ഷിഗരുദ്രം അവസാന ഭാഗം. രചന ജുബി ജൂപ്പിറ്റർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. അജുവിനോട് കണ്ണുകൊണ്ടെന്തോ കാണിച്ച് അത്രയും പറഞ്ഞ ആൽഫി ആ ലോറികൾക്കപ്പുറത്തേക്ക് നടന്നു നീങ്ങി. ഇതേ സമയം തനിക്ക് മുന്നിൽ ആചാനബാഹുകളായ ആളുകളുമായി വലിയ സംഘർഷത്തിലാണ് രുദ്രൻ. രുദ്രനെ കണ്ട് പകുതി പേരും തിരിഞ്ഞോടിയിരുന്നു. മുൻകാലാനുഭവം തന്നെയാണ് അതിന്റെ കാരണവും. രുദ്രന്റെ രാക്ഷസഭാവം കണ്ട് കാറിനുള്ളിരിക്കുന്ന ദേവന് പോലും ഭയം തോന്നി. തനിക്ക് നേരെ വരുന്ന ഓരോരുത്തരെയും അതിക്രൂരമായി മുറിവേൽപ്പിക്കുകയാണ് അവൻ. ഭ്രാന്തമായി എന്തൊക്കെയോ ചെയ്യുമ്പോഴും ഒരുവളുടെ നിലവിളി അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ സമയം കാറിന്റെ ഡോർ തുറന്ന് ഇച്ചുവിനെ കയ്യിലെടുത്തിരുന്നു ആൽഫി. ദേവനും ജാനകിയും പുറത്തിറങ്ങിയതോടെ മൂവരും വേഗത്തിൽ ലോറിക്കപ്പുറമുള്ള ഇടുങ്ങിയിടത്തിലൂടെ അപ്പുറം കടന്നു. ഇച്ചുവിന്റെ ബോധം അപ്പോഴേക്കും നഷ്ടമായിരുന്നു. അവളുടെ കാലുകൾക്കിടയിലൂടെ താഴേക്കൊഴുകുന്ന രക്തം ആൽഫിയുടെ കൈകാലുകളെ തളർത്തി. ലേബർ റൂമിന് മുന്നിൽ ഏവരും അക്ഷമയോടെ കാത്തുനിന്നു. ഹോസ്പിറ്റൽ കോറിഡോറിലൂടെ വേഗത്തിൽ പാഞ്ഞു വരുന്ന രുദ്രനെ എല്ലാവരും അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ വസ്ത്രത്തിൽ പുരണ്ടിരിക്കുന്ന രക്തക്കറയും ചെളിയും കണ്ട് പലരും അവനെ സംശയത്തോടെ നോക്കി. ലേബർ റൂമിന് മുന്നിൽ ടെൻഷനോടെ ഇരിക്കുന്നവർക്കിടയിലേക്ക് അവൻ പാഞ്ഞു. എന്തായി ദേവാ? ദേവന്റെ ഷോൾഡറിൽ കൈകൾ അമർത്തി രുദ്രൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നതേയുള്ളൂ ദേവൻ. ദേവന്റെ മൗനം രുദ്രനെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്തുണ്ടായിരുന്ന ആൽഫിക്കരികിലേക്ക് അവൻ വേഗത്തിൽ നീങ്ങി. പറയൂ ആൽഫി, എന്റെ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറയാറായിട്ടില്ല രുദ്ര. തലതാഴ്ത്തിയുള്ള ആൽഫിയുടെ മറുപടിയിൽ തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്ന് രുദ്രൻ. തന്റെ കയ്യിൽ കിടന്ന് വേദനയോടെ പുളഞ്ഞവളെ ഓർക്കുന്തോറും അവന് കാഴ്ച മങ്ങി. മുഖം പൊത്തി അവൻ ഏങ്ങിക്കരഞ്ഞു. എന്റെ പാറു എന്ന് അവന്റെ ഉള്ളം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ആ ഇരുത്തം കാണാൻ വയ്യാതെ ആൽഫി അവിടുന്ന് മാറി. ദേവനും മിഴികൾ തുടച്ച് ലക്ഷ്മി കരിയിലേക്ക് നീങ്ങി. ലക്ഷ്മി രവി അച്ചുവും വിളിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്ന നന്ദനും വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയിരുന്നു. കാര്യങ്ങൾ കേട്ടറിഞ്ഞയാൾ തളർച്ചയോടെ ചുമരിലേക്ക് ചാരി. ഇച്ചുവിന്റെ വളർച്ചാഘട്ടങ്ങൾ ഓരോന്നും അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരേ ഒരു മകൾ. അവളുടെ കുസൃതികളും കൊഞ്ചലും അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു. ജീവനാണ് ഒരുപക്ഷെ ഈ ലോകത്തിൽ തനിക്ക് ഏറ്റവും വിലമതിക്കുന്നത്. ആ മകളുടെ അവസ്ഥയിൽ അയാളുടെ നെഞ്ച് നേറി. രുദ്രന്റെ ഉള്ളിൽ മാസങ്ങൾക്ക് മുന്നേ ജാനകി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഇച്ചുവിന്റെ പ്രഗ്നൻസിയിലെ ചില കോംപ്ലിക്കേഷൻസ്. ഓരോ ദിവസവും പ്രതീക്ഷയോടെയും കൗതുകത്തോടെയും തള്ളി നീക്കുന്നവളോട് അതിനെക്കുറിച്ച് പറയാൻ അവന് കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും അവൻ പ്രതീക്ഷിച്ചില്ല. എത്രയോ നേരം അവൾ ആ വണ്ടിയിൽ വേദന സഹിച്ച് കിടന്നതോർത്ത് അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു. തുറന്ന മിഴികളിൽ രക്തവർണ്ണമായിരുന്നു. അവൾ അനുഭവിച്ച വേദനയ്ക്ക് ഓരോന്നിനും എണ്ണി എണ്ണി പകരം ചോദിക്കാൻ അവനുള്ളം തിടുക്കം കൂട്ടിയ നിമിഷമാണ് ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ജാനകി പുറത്തേക്ക് വന്നത്. ധൃതിയിൽ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് പാഞ്ഞു രുദ്രൻ. ജാനകിയുടെ ചുവന്ന മുഖവും നനഞ്ഞ കണ്ണുകളും കണ്ട് എല്ലാവരുടെയും ഉള്ളിലൊരു ഭയം തിങ്ങി. ആൺകുഞ്ഞ, ഇച്ചുവിന് ബ്ലീഡിങ് നിന്നിട്ടില്ല. ഡോക്ടറുടേതായ മനക്കട്ടിയോട് അത്രയും പറഞ്ഞു നന്ദനെയൊന്ന് നോക്കി ചുണ്ട് കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കി ജാനകി ലേബർ റൂമിനുള്ളിലേക്ക് തന്നെ നടന്നു. ലഭിച്ച സന്തോഷ വാർത്ത രുദ്രന്റെ മനസ്സിനെ ഒട്ടും സ്പർശിച്ചില്ല. അവന്റെ ഉള്ളിൽ അവന്റെ പാറു മാത്രമായിരുന്നു. അവളുടെ ജീവൻ മാത്രമായിരുന്നു. സർവമറന്ന കോറിഡോറിന്റെ വെറു നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഇരുകയ്യാലും മുഖം മൂടി രുദ്രൻ. രുദ്ര മോനെ, എന്തായി കാണിക്കുന്നു? എഴുന്നേൽക്ക്. രവി അവന്റെ തോളിൽ കൈ ചേർത്ത് പറഞ്ഞതും മുഖം അമർത്തി തുടച്ച് അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു രുദ്രൻ. ദിവസങ്ങൾക്ക് ശേഷം ഇരുട്ട് തിങ്ങി നിറഞ്ഞ ആ മുറിയിൽ നിന്നുതിർന്ന ആർത്തനാദം രുദ്രന്റെ കാതുകൾക്ക് ലഹരിയേകി. ക്രൂരമായ ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു. നേരിയ മഞ്ഞ വെളിച്ചം പടർന്ന മുറിയിലേക്ക് നടന്നവൻ അതിന്റെ ഒത്ത നടുവിൽ തലകീഴായി കെട്ടിയിട്ടിരിക്കുന്ന രൂപത്തിനടുത്തേക്ക് നീങ്ങി. എന്തുപറ്റി വരുൺ? വേദനിക്കുന്നുണ്ടോ നിനക്ക്? പരിഹാസത്തോടെ ചോദിക്കുന്ന രുദ്രനെ അയാൾ പകയോടെ നോക്കി. ഇതുപോലെ എത്രയെത്ര പെൺകുട്ടികൾ നീയും നിന്റെ തന്തയും പിന്നെ നാടിനും വീടിനും വേണ്ടാത്ത നിന്റെ ഇളയ സഹോദരനും കാരണം വേദന അനുഭവിച്ചിട്ടുണ്ടാവും വരുൺ. ഇനി നീ പറ, അവരെ ഇല്ലാതാക്കിയതിൽ എന്നെ തെറ്റുപറയാൻ പറ്റുമോ? മനുഷ്യരൂപത്തിൽ ആ ചെന്നായ്ക്കളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ആ ക്രൂരതയ്ക്ക് ഇരയാവില്ലേ വരുൺ? വേദന കൊണ്ട് ചുളിഞ്ഞ മുഖത്തോടെ ഒരക്ഷരം മുരിയാടാനാവാതെ അയാൾ തൂങ്ങിക്കിടന്നു. ഇനി നമ്മൾ തമ്മിലുള്ളത് എന്റെ കോച്ച് അന്നത്തെ രാത്രി അനുഭവിച്ച അത്രയും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് വരും. അതിന്റെ ഇരട്ടി വേദന ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നീ അനുഭവിച്ചെന്നറിയാം. അതുകൊണ്ട് നിനക്ക് ഞാൻ മോചനം നൽകുകയാണ്. ദിവസങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്നൊരു മോചനം നിനക്ക് ഞാൻ നൽകുകയാണ്. വരുണിന്റെ മുഖത്ത് പകമാറി ഭയം നിറഞ്ഞു. ഇത്രയും ദിവസങ്ങൾ ക്രൂരമായി വേദനിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും മരണം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഈ സമയമൊന്നും അയാൾക്ക് ഉൾക്കൊള്ളാനാവുന്നില്ലായിരുന്നു. അച്ഛനെയും സഹോദരനെയും ഇല്ലാതാക്കിയവനോടുള്ള പക തീർക്കാനാണ് അന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി അവർക്കായൊരു തടസ്സമുണ്ടാക്കിയത്.
അത് വിജയം കൊള്ളുമെന്ന് ഉറപ്പിൽ അർമാദിക്കുമ്പോഴാണ് എല്ലാവരെയും അടിച്ചൊതുക്കി അവൻ ആശുപത്രിയിലേക്ക് പോയെന്ന് അറിഞ്ഞത്. കരുതിയിരിക്കാമായിരുന്നു, രുദ്രൻ അത്ര നിസ്സാരക്കാരനായി കാണാൻ പാടില്ലായിരുന്നു. അന്നത്തെ രാത്രി ഓടി ഒളിക്കാൻ ഒരിടം തേടുമ്പോഴേക്കും അവൻ തന്നെ തേടിയെത്തി. കൂടെയുള്ളവരൊരു ദാക്ഷിണ്യം കൂടാതെ ഇല്ലാതാക്കുന്നവരെ അന്ന് ഭയത്തോടെ നോക്കി നിന്നു. ഇന്നേക്ക് ദിവസങ്ങളായി DCP രുദ്രദേവിന്റെ ക്രൂരതകൾ സഹിക്കാൻ തുടങ്ങിയിട്ട് തങ്ങൾക്ക് ബലിയാടായ പെൺകുട്ടികൾ അനുഭവിച്ച വേദനയുടെ ഇരട്ടി ഈ ദിവസങ്ങൾ കൊണ്ട് അറിഞ്ഞിരുന്നു. ഇനി അതിൽ നിന്നൊരു മുക്തിയായി അവൻ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന കാര്യം അംഗീകരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ താഴെ ഫ്ലോറിൽ എന്തോ സ്ലൈഡാകുകയും തൂങ്ങിക്കിടന്ന കയറിനോടുകൂടി താൻ വെന്തുരുകുന്ന തീയിലേക്ക് വീഴുന്നതും വരുൺ അറിഞ്ഞു. ആത്മനിർവൃതിയോടെ കണ്ണുകളടച്ചിരുന്നു. 7 ദിവസങ്ങൾ കൃത്രിമ ശ്വാസത്തോടെ ഇച്ചു ജീവിച്ച 7 ദിവസങ്ങൾ. ബ്ലീഡിംഗ് നിൽക്കാതെ വന്നു ഇച്ചുവിന്റെ നില മോശമായി കൊണ്ടിരുന്നു. ഇച്ചുവിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ദിവസം രുദ്രൻ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. ആ ഒരുവളെ നഷ്ടപ്പെട്ടാൽ പിന്നെ തനിക്കും ഒരു ജീവിതമില്ലെന്ന് ഉറപ്പിച്ചാണ് അവൻ ഓരോ ദിവസവും തള്ളി നീക്കിയത്. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും അന്നത്തെ ദിവസം അവൻ അനുഭവിച്ചത് അതിന്റെ അതേ തീവ്രതയിൽ വരുണിന്റെ ശരീരത്തെ അറിയിക്കാനും മറന്നില്ല അവൻ. വേദനയും നിസ്സഹായതയും പകയും പ്രതികാരവുമായി 7 ദിവസങ്ങൾ. ആർക്കും ഒന്നും ഉൾക്കൊള്ളാനായില്ല. ഇച്ചു തിരികെ വരുമെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞിനെ എല്ലാവരും കണ്ടത്. ആ നെറ്റിയിലൊന്ന് ചുണ്ട് ചേർത്തെന്നല്ലാതെ ആ കുഞ്ഞു ജീവനെ കയ്യിലേക്ക് വാങ്ങാനുള്ള ശേഷി പോലും രുദ്രനിൽ നിന്ന് നഷ്ടമായിരുന്നു. ഇച്ചു എന്ന വ്യക്തി രുദ്രൻ എന്താണെന്ന് ആ ദിവസങ്ങളിൽ എല്ലാവരും മനസ്സിലാക്കി. ഒരുപക്ഷെ ഇച്ചുവിനൊരു മടങ്ങി വരവില്ലെങ്കിൽ ആ നിമിഷം തന്നെ രുദ്രൻ ഇല്ലാതാവുമെന്ന് അവർക്ക് ഊഹിക്കാമായിരുന്നു. പ്രാർത്ഥനയും വഴിപാടുമായുള്ള ദിവസങ്ങൾക്ക് ശേഷം ഇച്ചു മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയെന്ന വാർത്ത ഒരു കുളിരായി എല്ലാവരുടെയും കാതിലേക്ക് എത്തി. കയ്യിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു പോയിരുന്ന രുദ്രൻ മുറിയിലേക്ക് മാറ്റുമ്പോഴായിരുന്നു അവളെയൊന്ന് കാണാനായത്. കുഞ്ഞുമായി വന്ന ജാനകിയിൽ നിന്നും കരച്ചിലോടെ തന്റെ പ്രാണനെ ഏറ്റുവാങ്ങിയിച്ചു. ഇളർ റോസ് നിറമുള്ള ആ മുഖത്തവൾ ആർത്തിയോടെ ചുണ്ടു ചേർത്തു. രുദ്രൻ അന്നേരം തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി. എല്ലാവരും പുറത്തേക്കിറങ്ങിയ നിമിഷം രുദ്രൻ അവൾക്കരികിലേക്ക് നടന്നു. ആ മാറിൽ മുഖം ചേർത്ത് പൊട്ടിക്കരയുമ്പോൾ അവനുള്ള ആ 7 ദിവസങ്ങൾ തീർത്ത സംഘർഷങ്ങൾ പെയ്തൊഴിയുകയായിരുന്നു. രുദ്രന്റെ കരച്ചിൽ കണ്ട് ഇച്ചുവിന്റെ മിഴികൾ നിറഞ്ഞു. ആദ്യ അനുഭവമാണ്. രുദ്രൻ ഇങ്ങനെ കരഞ്ഞു കാണുന്നത് ആദ്യമായിട്ടാണ് ഓർത്ത് ഇച്ചു. പേടിച്ചു പോയി പാറു, എന്റെ കൊച്ചില്ലാതെ എങ്ങനെയാടി ഞാൻ? കരച്ചിലിനിടയിൽ പറയുന്നവന്റെ മുഖം വാത്സല്യത്തോടെ തുടച്ചു കൊടുത്തു ഇച്ചു. ഞാൻ വന്നില്ലേ രുദ്രേട്ടനെയും നമ്മുടെ ഈ കുട്ടിക്കുറുമ്പനെയും വിട്ട് ഞാൻ എവിടെ പോവാന്? ഈച്ചു പറഞ്ഞപ്പോഴാണ് അവൾക്കരികിൽ കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ രുദ്രൻ ശ്രദ്ധിച്ചത്. ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കുന്തോറും അവന്റെ ഉള്ള നീറിക്കൊണ്ടിരുന്നു. കണ്ണ് ചിമ്മി തുറന്ന് ചുറ്റും നോക്കുന്ന കുഞ്ഞിനെ അമ്പാടിയെ എടുത്തിട്ടുള്ള ഓർമ്മയിൽ കയ്യിലെടുക്കുമ്പോൾ രുദ്രന്റെ ഉള്ളം തൊടികൊട്ടി. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ച്. അച്ഛയുടെ പൊന്ന്. ആ നെറ്റിക്കൊരു വശത്തായി രുദ്രൻ മൃദുവായി ഒന്ന് മുത്തി. അച്ഛയോട് ക്ഷമിക്കട, ഇത്രയും ദിവസം എൻ്റെ മോനെ തിരിഞ്ഞു നോക്കാനായില്ല അച്ഛന്. ആ കുഞ്ഞു മുഖത്തേക്ക് മുഖം ചേർത്ത് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു രുദ്രൻ. അവന്റെ മീശയുണ്ടാക്കിയ അസ്വസ്ഥതയിൽ കുഞ്ഞിന്റെ മുഖം ചുളിഞ്ഞു. ഒരു കരച്ചിലിനുള്ള തയ്യാറെടുപ്പാണ് തോന്നിയപ്പോൾ രുദ്രൻ അവനെ ഇച്ചുവിനരികിൽ കിടത്തി. രണ്ടുപേരും ഏറെ നേരം ആ കുരുന്നിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ കൊച്ച് ഒരുപാട് വേദന സഹിച്ചു അല്ലേ? രുദ്രന്റെ ആ ചോദ്യത്തിൽ കുഞ്ഞിൽ നിന്ന് മിഴികൾ മാറ്റി രുദ്രനെ നോക്കി ഇച്ചു. ഞാൻ അനുഭവിച്ച വേദനയുടെ ഇരട്ടി ഈ മനസ്സ് അനുഭവിച്ചില്ലേ? രുദ്രന്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിയിച്ചു പറഞ്ഞപ്പോൾ വേദനയോട് ചിരിച്ചു രുദ്രൻ. രുദ്രേട്ടന്റെ കണ്ണുകൾ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവൻ, ആ നുണക്കുഴികളും. ചിരിയോടെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു ഇച്ചു പറഞ്ഞു കേട്ട് സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കി രുദ്രൻ. കുഞ്ഞ് തന്നെ പോലെ ഇരിക്കുന്നതെന്ന് കേൾക്കുന്നതിലും വലിയ സന്തോഷം എന്താണ്? ബാക്കിയുണ്ടോ അയാള്? ഇച്ചുവിന്റെ ചോദ്യത്തിൽ രുദ്രൻ ഒന്ന് പതറി. ആ നിമിഷമാണ് കുഞ്ഞ് കരയാൻ തുടങ്ങിയത്. വിശന്നിട്ടാവും, ഞാൻ അമ്മയെ വിളിക്കാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ. ആ പോക്ക് നോക്കി കിടക്കുമ്പോൾ ഈച്ചുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. തൻ്റെ ജീവൻ അവിടെയുള്ള മന്ത്രിച്ചു. ഒപ്പം മുഖം ചിരിച്ച് അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് മുത്തി. അന്നത്തെ ഓർമ്മകൾ ഓരോന്ന് മനസ്സിലേക്ക് ഇരച്ചെത്തിയപ്പോൾ ദീർഘനിശ്വാസത്തോടെ മിഴികൾ ചിമ്മി രുദ്രൻ. കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയിരുന്നു. ചുറ്റിലും ഇപ്പോൾ സന്തോഷമാണ്. ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ഇതുപോലുള്ള താരാട്ടുപാട്ടുകൾ കാതിലെത്തുന്ന പതിവാണിപ്പോൾ. മുറിയിലേക്ക് കടന്നപ്പോഴേ കണ്ണനെയും തോളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇച്ചുവിനെ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ വളരെ പതിയെയാണ് അവർക്കരികിലേക്ക് നടന്നത്. അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി. ഇച്ചുവിന്റെ തത്രപ്പാടെന്ന് അറിയാതെ അവളുടെ തോളിൽ കണ്ണുമിഴിച്ച് കിടക്കുകയാണ് കണ്ണൻ. പുറകിൽ രുദ്രം വന്നറിഞ്ഞ് വലം കൈയിലെ ചൂണ്ടുവിരൽ ചുണ്ടോട് ചേർത്തു ഇച്ചു. അത് കണ്ടതും അടക്കി വെച്ച ചിരി രുദ്രനിൽ നിന്നും പുറത്തു വന്നിരുന്നു. എന്ത് പാറൂട്ടാ, ആരെ നീ ഉറക്കണേ? ഈ കള്ളക്കണ്ണം കണ്ണു തുറന്ന് കിടക്കാന്ന് അറിയുന്നുണ്ടോ നീ? ഷെൽഫിൽ നിന്നും ടീഷർട്ടും പാനും കയ്യിലെടുക്കുന്നതിനിടെ രുദ്രം പറഞ്ഞു.
കണ്ണനെ തോളിൽ നിന്നെടുത്ത് കട്ടിലേക്ക് എടുത്തുന്നതിനിടെ തിടുക്കത്തിൽ ബാത്റൂമിലേക്ക് നടക്കുന്നവനെ കണ്ട് ഇച്ചു ചിരിച്ചു. കുളിച്ച് വേഷം മാറി വന്നിട്ടേ രുദ്രൻ കുഞ്ഞിനെ എടുക്കൂ. കണ്ണനെ കയ്യിലെടുക്കാനാണ് ഈ തിടുക്കം. അമ്മയുടെ വാവാമ്മേനെ പറ്റിച്ചോടാ. ബെഡിൽ കിടത്തിയ കണ്ണന് നേരെയായിരുന്നുകൊണ്ട് ആ കുഞ്ഞിക്കാലിൽ ഇക്ലിയാക്കേശി ചോദിച്ചപ്പോൾ കുഞ്ഞ് ശബ്ദമുണ്ടാക്കി ചിരിക്കാൻ തുടങ്ങി കണ്ണൻ. ആളിപ്പോഴേ ഒരു കുസൃതി കൊടുക്കുകയാ. അച്ഛൻ്റെ രൂപവും അമ്മയുടെ കുരുത്തക്കേട് തന്നെ സ്വഭാവവും അപ്പാടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും എല്ലാവരും. രുദ്രൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മയുടെയും മകൻ്റെയും കളിച്ചിരികൾ ഉയർന്ന് കേൾക്കാമായിരുന്നു. കണ്ണൻ്റെ കുഞ്ഞു കുമ്പയിൽ മുഖമിട്ടുരച്ച് ഇക്കിളി കൂട്ടുന്ന ഇച്ചുവിൻ്റെ ഇടുപ്പിലായി രുദ്രനൊന്ന് പിച്ചി. മതിയടി പാർക്കുട്ടി, എൻ്റെ മോന് ചിരിച്ചു വയ്യാതായി അലയുടെ കണ്ണാ. കണ്ണനെ കയ്യിലെടുക്കുന്നതിനിടെ രുദ്രൻ കൊഞ്ചലോടെ ചോദിച്ചു. ആ കുഞ്ഞു മുഖത്ത് നിറയെ മുത്തിയവൻ ബെഡിലിരിക്കുന്നവളെ ഒളി കണ്ണിട്ട് നോക്കി. പരിഭവത്താൽ മുഖവും വീർപ്പിച്ചിരിക്കുന്നവളെ കണ്ട് ചിരിയോടെ കണ്ണനുമായി ബെഡിലേക്കിരുന്ന് രുദ്രൻ. അതുവരെയുള്ള രസം മുറിഞ്ഞ് കള്ളക്കണ്ണൻ ചിണുങ്ങാൻ തുടങ്ങിയിരുന്നു. തന്റെ മുഖത്തേക്ക് തന്നെ ഇമച്ചിമാതെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ട് ഇച്ചു പുരികമുയർത്തി. ചിരിയോടെ ഒന്നുമില്ലെന്ന് മൂളി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രുദ്രൻ. ഒരു കയ്യിൽ കണ്ണനെയും മറുകൈയിൽ ഇച്ചുവിനെയും ചേർത്ത് പിടിച്ചവൻ കട്ടിലേക്ക് മലർന്നു കിടന്നു. ആ നെഞ്ചിൻ താളത്തിൽ മുഴുകിക്കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞു പരിഭവം ഇച്ചുവിൽ നിന്നും പാടെ മാഞ്ഞിരുന്നു. ഇരുവരുടെയും നെറ്റിക്ക് ഒരു വശത്തായി ചുണ്ടു ചേർത്ത് രുദ്രൻ. പരസ്പരം മിഴികൾ കുരുത്ത് കിടക്കുമ്പോഴാണ് കണ്ണൻ ഉറക്കെ കരയാൻ തുടങ്ങിയത്. അമ്മയുടെ മോൻ തന്നെ എടുത്തു നടക്കാനുള്ള അടവാവിന്. ഈച്ചു അകന്ന് മാറിയപ്പോൾ കണ്ണനുമായി മുറിയിലൂടെ നീളം നടന്ന രുദ്രൻ ചുണ്ടുകൾ കൂട്ടി ചിരിയടക്കി തന്നെ നോക്കുന്ന ഇച്ചുവിനെ അവനൊരു പ്രത്യേക ഭാവത്തിൽ നോക്കി. അതോടെ ഇച്ചു മുറിയുടെ വാതിൽ തുറന്ന് താഴേക്ക് പോയിരുന്നു. അവൾക്ക് പുറകെ കണ്ണനുമായി താഴേക്കിറങ്ങി രുദ്രൻ. മേശയ്ക്ക് ചുറ്റും മുതിർന്നവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ലക്ഷ്മി ഏൽപ്പിച്ച് രുദ്രനും കഴിക്കാനിരുന്നു. താഴെ മുട്ടിലിഴഞ്ഞടക്കുന്ന അമ്പാടിയെടുത്ത് നോമനിക്കാനും മറന്നില്ലവൻ. അപ്പൊ 5 തന്നെ അങ്ങ് ഉറപ്പിക്കാം അല്ലേ രുദ്ര? സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ രുദ്രൻ ആലോചിച്ചു. ദേവനൊരു എമർജൻസി വന്ന് ആശുപത്രി പോയതാണ്. ഉവ്, എന്നാ അങ്ങനെയാവട്ടോ മാമ പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് രുദ്രൻ. ഇടക്ക് അമ്പാടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഇച്ചുവിലേക്ക് ആ നോട്ടം ഒന്ന് പാളി. കണ്ണൻ ഇപ്പോൾ നന്ദുവിന്റെ കയ്യിലാണ്. വാശിയുടെ കാര്യത്തിൽ അമ്മയെ കടത്തിവിട്ട് മകൻ. ഏതു നേരവും ആരെങ്കിലും എടുത്തുകൊണ്ട് നടക്കുന്ന ആശാനെ കിടത്തിയ അപ്പ തുടങ്ങും കരച്ചിൽ. വാവിട്ടുള്ള കരച്ചിൽ കേട്ട എത്ര ക്ഷീണം തോന്നിയാലും ആരായാലും എടുത്തു പോകും. ആ കുഞ്ഞു ശരീരത്തിൽ നിന്നെങ്ങനെ ഇത്രയും ശബ്ദം വരുന്നെന്ന് അത്ഭുതത്തോടെ ചോദിക്കും രുദ്രൻ. പുറത്ത് താങ്ങൊടുത്തതിനും മടിയിലിരുത്തിരിക്കുകയാണ് നന്ദു. ഇരിപ്പുറക്കാതെ ഇടക്കവൻ ആടുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് രുദ്രൻ എഴുന്നേറ്റപ്പോൾ കണ്ണൻ മുത്തശ്ശിയുടെ കയ്യിലാണ്, അമ്പാടി ലക്ഷ്മിയുടെയും. ഹാളിരുന്നുള്ള പതിവ് സംസാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് കണ്ണൻ കരഞ്ഞു തുടങ്ങിയത്. അവൻ ഉറക്കം വരുന്നുണ്ടാവും. നിങ്ങൾ ചെല്ലി പിള്ളേരെ, എല്ലാവരും പോയി കിടന്നുറങ്ങ്. കുഞ്ഞിനെ ഇച്ചുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടെ എല്ലാവരോടുമായി മുത്തശ്ശി പറഞ്ഞു. മുകളിലേക്ക് പടികൾ കയറുമ്പോൾ ഇച്ചുവിന്റെ കയ്യിൽ കിടന്ന് വാശിയോടെ കരയുന്നുണ്ടായിരുന്നു കണ്ണൻ. മുറിയിലെത്തി വാതിൽ ചാരി ഇച്ചു അവന് പാൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കടുത്തായി രുദ്രനും കിടന്നു. തലക്ക് കൈ താങ്ങിക്കിടന്ന് അവൻ ആ അതുല്യമായ കാഴ്ചയിൽ മുഴുകിക്കിടന്നു. പാല് കുടിച്ച് വയറു നിറഞ്ഞതോടെ കുഞ്ഞിക്കണ്ണൻ വീണ്ടും കളി തുടങ്ങി. ഒരു വിധത്തിലാണ് അവനെ ഉറക്കി ബേബി ബെഡിലേക്ക് കിടത്തിയത്. മുടി വാരിക്കെട്ടി തന്നെ നെഞ്ചോടൊട്ടിക്കിടന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് രുദ്രൻ. ലവ് യു പാറുട്ട. അവളുടെ നെറ്റിയിൽ ചുണ്ടിയേർത്ത് രുദ്രൻ പറഞ്ഞപ്പോൾ രുദ്രന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി ഇച്ചു. ലവ് യു ടു. ക്ഷീണത്തോടെ പറഞ്ഞവളെ ഇറുകെ പുണർന്ന് തന്നോട് ചേർത്ത് രുദ്രൻ. ഓ കേട്ടില്ലമ്മ, പണി ഒതുക്കാതെ ഇവിടെ കിടന്ന് ഉറക്കം തുടങ്ങിയോ? ദേ കൊച്ചെ, എഴുന്നേറ്റ് ആ തുണിയെല്ലാം അലക്കി അടുക്കളയും കൂടി ഒതുക്കാൻ നോക്ക്. അടച്ചിട്ടിരുന്ന മുറിയുടെ വാതിൽ മലക്കെ തുറന്ന് മഹിയുടെ അമ്മ പറഞ്ഞപ്പോൾ ക്ഷീണത്തോടെ എഴുന്നേറ്റു വർഷ. അഹങ്കാരവും ഗർവും നിറഞ്ഞിരുന്ന മുഖത്തിപ്പോൾ വിഷാദമാണ്. കണ്ണിന് ചുറ്റും പടർന്ന കറുപ്പ് നിറം പടർന്നു തുടങ്ങിയ ചുണ്ടുകളും അവളിലെ ക്ഷീണത്തെയും സംഘർഷത്തെയും വിളിച്ചോതി. ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ അത്രയും അവൾക്ക് തിരിച്ചടി നൽകിയത് ഗർഭാശയ ക്യാൻസറിന്റെ രൂപത്തിലാണ്. 1 മാസം മുന്നെയാണ് വർഷയുടെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി കഴിഞ്ഞത്. പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. ഏറിയ ഹൃദയഭാരത്തോടെയാണ് അവിടേക്ക് നടന്നത്. വാതിലിന്റെ അടഞ്ഞ പാളികൾക്കിടയിലെ വിടവിലൂടെ കണ്ട കാഴ്ച മിഴികളെ ഈറനാക്കി. പരസ്പരം പുണർന്നിന്ന് ചുംബിക്കുന്ന മഹിയും മറ്റൊരു പെൺകുട്ടിയും. മഹിയുടെ കൈകൾ ആ പെൺകുട്ടിയുടെ ഉടലഴകളിലൂടെ ആവേശത്താൽ ഓടി നടക്കുന്നുണ്ട്. എന്ത് കാഴ്ച കൊണ്ടോട് നിൽക്കുക നീ അവിടെ? ആൺകുട്ടികളായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നിന്നെ പോലൊരു മച്ചിയെ ജീവദാസൻ വരെ പൂജിച്ച് ജീവിക്കണം എന്റെ മോൻ. മഹിയുടെ അച്ഛൻ തൊടുത്തുവിട്ട വാക്കുകൾ മിഴികളെ ഈറനാക്കിയെങ്കിലും ഒന്നും മിണ്ടാതെ അടുക്കള വശത്തേക്ക് നടന്നു. കല്യാണം കഴിഞ്ഞ 2ാം നാൾ മുതൽ തന്നെ മഹിക്കും വർഷയ്ക്കും ഇടയിൽ ശാരീരിക ബന്ധവും തുടങ്ങിയിരുന്നു. പതിയെ ഇരുവരും പരസ്പരം സ്നേഹിച്ചു തുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷ ഗർഭിണിയാവാത്ത കണ്ട് പതിയെ അവൾക്ക് ചുറ്റും കുത്തുവാക്കുകൾ മുഴങ്ങാൻ തുടങ്ങി. മഹിയുടെ നിശബ്ദത അവളെ പൊള്ളിച്ചെങ്കിലും അതിനേക്കാൾ ഇരട്ടി അവൾക്ക് വേദന നൽകിയത് പോകെ വന്ന അവനിലെ മാറ്റങ്ങളാണ്.
മുതിർന്നവരെ പോലെ അവന് അവൾക്ക് നേരെ ക്രൂരമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സായിട്ട് ഡോക്ടറെ കണ്ടപ്പോഴാണ് ക്യാൻസറിന്റെ കാര്യം അറിയുന്നത്. അതോടെ എല്ലാം പൂർത്തിയായി. വർഷയുടെ സർജറിയുടെ 2ാം ദിവസം തന്നെ മഹി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. മഹിയുടെ 2ാം ഭാര്യയെ ഒരു മടിയും കൂടാതെ സ്വീകരിക്കുന്നവരെ കണ്ണുനീരോടെ നോക്കിയിരിക്കാനേ വർഷക്കായുള്ളൂ. ശമ്പളമില്ലാതെ വീട്ടു ജോലിക്കാരിയായി ഒരാൾ, അതിനൊന്നിനു മാത്രമാണ് അവർ തന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടാത്തതെന്ന് വർഷക്കറിയാം. ഒരിക്കലെല്ലാം ഇട്ടെറിഞ്ഞ് പോവാൻ നോക്കിയെങ്കിലും മാലതിയുടെ അവഗണന മൂലം അവൾക്ക് ഒന്നിനുമായില്ല. സ്വന്തമായി ജീവിക്കാനുള്ള ധൈര്യം ഇക്കാലയളവ് കൊണ്ട് നഷ്ടമായിരുന്നു. കൂടെ ഇനിയും വറ്റിത്തീരാത്ത മഹിയോടുള്ള ഇഷ്ടവും. ആ വീട് വിട്ടിറങ്ങുന്നതിൽ നിന്നും അവളെ വിലക്കി. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ആഴം ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ വർഷം മനസ്സിലാക്കിയിരുന്നു. ഒപ്പം ആ കുറ്റബോധവും പേറി ഈ ജീവിതം ജീവിച്ചു തീർക്കാനും അവൾ തീരുമാനമെടുത്തു. എല്ലാവരും ഉറക്കം പിടിച്ച നേരം 3 പേർ വാതിൽ തുറന്ന് തറവാടിന്റെ പുറത്തേക്ക് ഇറങ്ങി. രുദ്രൻ ബുള്ളറ്റ് പതിയെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഈച്ചു അവന് പുറകെ നടന്നു. ബുള്ളറ്റിൽ രുദ്രന്റെ പുറകിലായിരുന്നു. അവർക്കിടയിലെ കുഞ്ഞു ഗ്യാപ്പിൽ കണ്ണനെ ഇരുത്തിയിച്ചു. കണ്ണന്റെ നൈറ്റ് ഡ്രസ്സിന്റെ കൂടെയുള്ള വലിയ തൊപ്പി ആ കാതിനെ മുഴുവനായും മറച്ചിരുന്നു. മൂവരെയും വഹിച്ച ബുള്ളറ്റ് വഴിവിളക്കുകൾക്കിടയിലൂടെ മുന്നോട്ട് കുതിച്ചു. നഗരം ഇനി ഉറങ്ങിയിട്ടില്ല. ബീച്ച് റോഡിലെത്തിയപ്പോൾ തണുത്ത കാറ്റ് മൂവരെയും തഴുകി കടന്നുപോയി. കട്ടിയുള്ള വസ്ത്രമാണെങ്കിലും കണ്ണനെ ഒന്ന് ഇറുകെ പിടിച്ചു വെച്ച്. മാനത്തെ അമ്പിളിക്ക് കീഴെ ഇനിയും വറ്റാത്ത പ്രണയത്തോടെ കരയെ പുൽകിക്കൊണ്ടിരിക്കുന്ന തിരകളിൽ മിഴിനട്ട് രുദ്രനും ഇച്ചുവും നിന്നു. രുദ്രന്റെ കയ്യിലിരുന്ന് തിരമാലകളുടെ ശബ്ദത്തിന് കാതുകൂർപ്പിക്കുകയാണ് കണ്ണൻ. രുദ്രന്റെ കൈകൾ ഇച്ചുവിന്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. ഇരുവരും പരസ്പരം നോക്കി. നിലാവിന്റെ ശോഭയിൽ തിളങ്ങുന്ന ആ മുഖത്തിനു നേരെ തന്റെ മുഖം താഴ്ത്തി രുദ്രൻ. പ്രാണനാണ്. ആ നെറ്റിയിലൊന്ന് ചുണ്ടു ചേർത്ത് മൃദുവായി പറഞ്ഞ രുദ്രൻ. ഇച്ചുവിന്റെ മിഴികൾ സജലങ്ങളായിരുന്നു. അപ്പോഴേക്കും നിറഞ്ഞ പുഞ്ചിരിയോടെ കൈകൾ കോർത്ത് ആ മണൽത്തരികളിലൂടെ അവർ മുന്നോട്ട് നടന്നു. ഇരു ഹൃദയങ്ങളിലും പ്രണയം അതിന്റെ അതേ വ്യാപ്തിയിൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു. അമ്പിളിക്ക് ഒരു വേള അവരോട് അസൂയ തോന്നിപ്പോയി. ആ പ്രണയവ്യാപ്തി തിരിച്ചറിഞ്ഞ പോലെ താരകങ്ങൾ കൂടുതൽ ശോഭയോടെ തിളങ്ങി. കടൽക്കാറ്റ് അവരുടെ സ്നേഹത്തിൽ ആശ്ചര്യം കൊണ്ട് പലതവണ അവരെ തഴുകി കടന്നുപോയി. ഒരിക്കലും വറ്റാത്തൊരു പ്രണയനദിയായി അവർ ജീവിക്കട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ ജിഫ്ന നിസാർ എഴുതുന്ന ആലിലത്താലി എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.